നമസ്തേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന സ്റ്റോക്ക് പെർഫോമൻസ് ആണ്. നമ്മൾ സോഫ്റ്റ്വെയർ വിൻഡഡ് ഉപയോഗിച്ച് ബൈ സെൽ സിഗ്നൽസ് സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ 1-2 സ്റ്റോക്കിൻ്റെ പെർഫോമൻസും കൂടെ കാണിക്കുന്നത്. ഇന്ന് 16th ജൂലൈ ആണ്. അപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യമുള്ള സ്റ്റോക്കുകൾ നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് സിഗ്നൽ, ഇപ്പോൾ ഞാനൊരു 5 സ്റ്റോക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 സ്റ്റോക്കിൽ എപ്പോൾ സിഗ്നൽ വന്നാലും സോഫ്റ്റ് അലേർട്ട് മെസ്സേജ് വഴി ഇൻഡിക്കേഷൻ തരും. അലേർട്ടും വരും, സൗണ്ട് കേൾക്കാൻ പറ്റും, ഏത് ഷെയറാണ് അതിൻ്റെ പേര് ഉൾപ്പെടെ എഴുതിയും കാണിച്ചു തരും. അപ്പം നമ്മൾ ആ വന്ന സിഗ്നൽ കൺഫേം ആണെന്ന് നോക്കിയ ശേഷം ട്രേഡ് എടുത്ത് വെച്ചാൽ മതി. ഒരു 80-90% കൺഫേം ആക്രോസ് ചെയ്യുന്ന ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് ലൈവായിട്ട് ഇത് കാണാനോ പഠിക്കാനോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. കോൾ ഓർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അതർവൈസ് ഡയറക്റ്റ് ഓഫീസ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഓഫീസ് വിസിറ്റ് ചെയ്യാം. എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന ടാറ്റ പവർ. ഇതാണ് മാർക്കറ്റ് റേറ്റ് 440. നമുക്ക് ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ഒരു സിഗ്നലിൻ്റെ കണ്ടിന്യൂഷൻ, അതായത് 15th ജൂലൈക്ക് നമുക്കൊരു ബൈ വന്ന് അത് നല്ല രീതിയിൽ കയറിപ്പോയാൽ ടാറ്റ പവറിൽ ആ ഒരു ബൈയുടെ കണ്ടിന്യൂഷൻ ഇന്ന് നടന്നത്. അപ്പോൾ രാവിലെ നമുക്ക് ഇത്തരം കണ്ടിന്യൂഷൻ വരുമ്പം പിന്നെ ഒരു ബൈ ആരോ കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട. നമ്മൾ നോക്കേണ്ടത് ബൈയുടെ കണ്ടിന്യൂഷൻ ആണെങ്കിൽ മാർക്കറ്റ് എപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻറ്റിനെ ബ്രേക്ക് ചെയ്യുന്നു, റെഡ് സ്റ്റാർ റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ, ബ്രേക്ക് ചെയ്യുന്ന ലെവൽ വെച്ച് ഡയറക്റ്റ് ഇതിനെ ബൈ ചെയ്താൽ അവിടുന്ന് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അതേ നമുക്ക് സെല്ല് വന്ന് റെഡ് ഡൗൺ ആരോ സെല്ലാണ്. അപ്പോൾ നമ്മൾ കൺഫർമേഷൻ ചെക്ക് ചെയ്യണം. സെല്ലിൻ്റെ കൺഫർമേഷൻ സെക്കൻഡ് ക്യാൻഡിലാണ്. നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ക്യാൻഡിൽ ഓപ്പണിംഗ് പ്രൈസാണ് നമ്മുടെ എൻട്രി പോയിൻ്റായിട്ട് വരുന്നത്. 441.10 നമുക്ക് സെല്ല് വന്ന്. അപ്പോൾ താഴത്തെ ബാറും റെഡ് ആയിരുന്നു, പ്രൈസും സെൽ സോൺ ആയിരുന്നു. നമുക്ക് അത് കൺഫേം ആണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ ട്രേഡ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്, ഏത് പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിൽ തന്നെ ട്രേഡ് തേച്ചാൽ മതി. 2 ടാർഗറ്റ് വന്നിട്ടുണ്ട്. ഇത് 12-18 വന്ന സെല്ലാണ്. ഇതിന് ശേഷം 2 ടാർഗറ്റ് എടുത്ത ശേഷം മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് കയറുന്നുണ്ട്. ഇനി സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ മാർക്കറ്റ് ഇറങ്ങിപ്പോരും. അപ്പോൾ ഇത് കാണിച്ചത് ടാറ്റ പവറാണ്. അതിനുശേഷം നമുക്ക് ജിൻഡാൽ സ്റ്റീൽ നോക്കുകയാണെങ്കിൽ ജിൻഡാൽ സ്റ്റീൽ രാവിലെ ഒരു ബൈ വന്നിട്ടുണ്ടായിരുന്നേ. രാവിലെ ബൈ വന്ന റേറ്റ് 1145 വന്ന ശേഷം മാർക്കറ്റ് കയറിയിരിക്കുന്നത് വെച്ചാൽ 1027.50 വരെ നല്ല രീതിയിലൊരു അപ് ട്രെൻഡ് കാണുന്നിട്ടുണ്ട്. അതിനുശേഷം ഇപ്പം വന്ന സെല്ല് നോക്കിയാൽ നമുക്ക് കൺഫർമേഷൻ കൂടെ ചെക്ക് ചെയ്യണം കേട്ടോ. ബൈയുടെ കൺഫർമേഷൻ താഴത്തെ ബാർ ഗ്രീനും പ്രൈസ് ബൈ സോണുമാണ്. അപ്പോൾ അതുപോലെ സെല്ലാണെങ്കിൽ താഴത്തെ ബാർ റെഡും പ്രൈസ് സെൽ സോൺ ആയിരിക്കണം. അപ്പോൾ ആ ബൈ ഓൾറെഡി കയറിപ്പോൾ രാവിലെ വന്ന ബൈ ജിൻഡാൽ സ്റ്റീലിൽ. അതേ നമുക്കിപ്പോൾ സെല്ല് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. സിഗ്നൽ കൺഫേം അല്ല, താഴത്തെ ബാറും പ്രൈസും ഒന്നും കൺഫേം അല്ല. കാരണം ഇത് സൈഡ് വേ ആണ്. ഇത് കണ്ട റെഡും ഗ്രീനും അല്ലാതെ വരുന്ന ക്യാൻഡലിൻ്റെ കളർ നമുക്ക് സൈഡ് ഇൻഡിക്കേഷൻ തരുന്നത്. അപ്പോൾ സൈഡ് വേ ആയതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു കൺഫർമേഷൻ തരാത്തത് സോഫ്റ്റ്വെയർ. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ ട്രേഡ് എടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഇത്തരം കൺഫർമേഷനൊക്കെ ചെക്ക് ചെയ്ത് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ലോസ് ഒഴിവായി കിട്ടും. അപ്പം ഇതിൻ്റെ കൂടെ നമ്മളൊരു സ്കാനറും കൂടെ തരുന്നുണ്ട്. സ്കാനർ നമുക്ക് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 സ്കാനർ ഉണ്ടായിരുന്നു. ഫസ്റ്റ് സ്കാനറാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അതിനകത്ത് ഒരു 100 സിമ്പിൾസ് നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഏത് സ്റ്റോക്കിൽ നമ്മൾ ആഡ് ചെയ്താലും 100ൽ നിന്ന് നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് അതിൻ്റെ ട്രെൻഡ് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ലൈവിൽ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.